മുംബൈയുടെ അധോലോക ചരിത്രം ചോരയും വെടിയുണ്ടകളും കൊണ്ട് എഴുതപ്പെട്ടതാണ്. ആ ചരിത്രരേഖയിൽ കുറ്റവാളിയിൽ നിന്ന് ജനനായകനായ ഒരു മനുഷ്യന്റെ പരിവർത്തനമുണ്ട്. ആ മനുഷ്യന്റെ പേര് ഹാജി മസ്താൻ. ആ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് പോയി വരാം. പഴയ മദ്രാസ് പ്രസിഡൻസിയിലെ രാമനാഥപുരം ജില്ലയിലുള്ള ഒരു ചെറിയ തീരദേശ ഗ്രാമം. അവിടെ പനയൂരിലെ ഉപ്പുകാറ്റേറ്റ് വളർന്ന ഒരു ബാലനായിരുന്നു മസ്താൻ ഹൈദർ മിർസ. 1930കളുടെ തുടക്കത്തിൽ ദാരിദ്ര്യം ആ ഗ്രാമത്തെ വല്ലാതെ ശ്വാസം മുട്ടിച്ചിരുന്നു. മസ്താന്റെ അച്ഛൻ ഹൈദർ മിർസയ്ക്ക് തന്റെ മകനെ ഈ കഷ്ടപ്പാടിൽ വളർത്താൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. മുംബൈ എന്ന മാന്ത്രിക നഗരത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ കഥകൾ ആ അച്ഛനെയും മകനെയും അങ്ങോട്ട് ആകർഷിച്ചു. അങ്ങനെ 8 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സ്വപ്നങ്ങൾ പൊതിഞ്ഞെടുത്ത ഒരു ചെറിയ ഭാണ്ഡക്കെട്ടുമായി മസ്താൻ തന്റെ അച്ഛന്റെ കൈപിടിച്ച് ആ വലിയ നഗരത്തിലേക്ക് വണ്ടി കയറി. അറബിക്കടലിന്റെ കാറ്റേറ്റ് മയങ്ങുന്ന ആ മഹാനഗരത്തിലെത്തിയ ആ ബാലന്റെ കണ്ണുകളിൽ അന്ന് പേടിയേക്കാൾ കൂടുതൽ കൗതുകമായിരുന്നു. മുംബൈയിലെത്തിയ മസ്താൻ കണ്ടത് താൻ വിചാരിച്ചതിലും വലിയൊരു ലോകമായിരുന്നു. ആഡംബര കാറുകളും വലിയ കെട്ടിടങ്ങളും ഒരു വശത്ത് മിന്നിത്തിളങ്ങുമ്പോൾ മറുവശത്ത് വിശപ്പിന്റെ വിളികൾ മുഴങ്ങുന്ന ചേരികൾ. പിതാവിനൊപ്പം പണി തേടി നടന്ന മസ്താൻ ഒടുവിൽ എത്തിപ്പെട്ടത് ദക്ഷിണ മുംബൈയിലെ ഡോക്യാർഡുകളിൽ ഒന്നിലാണ്. അവിടെ കപ്പലുകളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്ന തൊഴിലാളികൾക്കിടയിൽ ആ ചെറിയ ബാലനും തന്റെ ഇടം കണ്ടെത്തി. ചെറിയ പണികൾ ചെയ്തും കിട്ടുന്ന തുച്ഛമായ കാശുകൊണ്ട് വിശപ്പടക്കിയും അവൻ ആ നഗരത്തിന്റെ ഭാഗമായി. ഡോക്കിലെ വലിയ കപ്പലുകൾ കാണുമ്പോൾ ഈ കടലിനപ്പുറം എന്താണെന്ന ചിന്ത മസ്താന്റെ കുഞ്ഞു മനസ്സിൽ അന്ന് ആഴത്തിൽ പതിഞ്ഞു. കഠിനമായ അധ്വാനവും ദാരിദ്ര്യവും നിറഞ്ഞ ആ കുട്ടിക്കാലമാണ് പിൽക്കാലത്ത് മുംബൈ നഗരത്തെ വിറപ്പിച്ച ഹാജി മസ്താൻ എന്ന വ്യക്തിത്വത്തിന്റെ അടിത്തറ. ഒരു സാധാരണ കുടിയേറ്റക്കാരനായി വന്ന് കപ്പൽ തട്ടുകളിൽ കൂലിപ്പണി ചെയ്ത് വളർന്ന ആ ബാലന്റെ അതിജീവനത്തിന്റെ കഥ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. മുംബൈയിലെ ഡോക്കുകളിൽ വെയിൽ കാഞ്ഞ് കപ്പലുകളിൽ നിന്ന് വലിയ ഭാണ്ഡങ്ങൾ തലയിലേറ്റി നടന്നിരുന്ന ആ കൗമാരക്കാരന്റെ പേര് അപ്പോഴും മസ്താൻ ഹൈദർ മിർസ എന്നായിരുന്നു. സവാരിയിലെയും മഡഗോണിലെയും കപ്പൽ തുറകളിൽ വെറും ഒരു കൂലി മാത്രമായിരുന്നു അവൻ. ദിവസം മുഴുവൻ പണിയെടുത്താലും കിട്ടുന്ന തുച്ഛമായ കാശ് വിശപ്പടക്കാൻ പോലും തികയുമായിരുന്നില്ല. ആ സമയത്താണ് തുറമുഖത്തെ ഇരുളടഞ്ഞ കോണുകളിൽ നടക്കുന്ന മറ്റൊരു ലോകം മസ്താൻ ശ്രദ്ധിക്കുന്നത്. വിദേശ കപ്പലുകളിൽ നിന്ന് വരുന്ന വില കൂടിയ വാച്ചുകളും സ്വർണ്ണക്കട്ടികളും ഇലക്ട്രോണിക് സാധനങ്ങളും കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് പുറത്തെത്തിക്കുന്ന ഒരു വലിയ ശൃംഖല അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. തന്റെ തലയിൽ ചുമക്കുന്ന ഭാണ്ഡങ്ങളെക്കാൾ ഭാരം കുറഞ്ഞതും എന്നാൽ 10 മടങ്ങ് ലാഭം തരുന്നതുമായ ആ രഹസ്യ പൊതികളെ കുറിച്ച് മസ്താൻ ചിന്തിച്ചു തുടങ്ങി. ഒരിക്കൽ ഒരു കപ്പൽ ജീവനക്കാരനുമായി ഉണ്ടായ സൗഹൃദം മസ്താന്റെ ജീവിതം മാറ്റിമറിച്ചു. കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ എങ്ങനെ മറികടക്കാമെന്നും സാധനങ്ങൾ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ ആർക്കൊക്കെ കൈക്കൂലി കൊടുക്കണമെന്നും അവൻ ചുരുങ്ങിയ കാലം കൊണ്ട് മനസ്സിലാക്കി. മറ്റുള്ളവർ അധ്വാനത്തിന്റെ ഭാരം ചുമന്നപ്പോൾ മസ്താൻ തന്റെ ബുദ്ധി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ സാധുബാലൻ പതുക്കെ പതുക്കെ ഡോക്കിലെ തൊഴിലാളികൾക്കിടയിലെ ഒരു നേതാവായി വളർന്നു. ആയുധം തൊടാതെ തന്നെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള അവന്റെ കഴിവ് കള്ളക്കടത്ത് സംഘങ്ങളെ അത്ഭുതപ്പെടുത്തി. അധികം വൈകാതെ തന്നെ മറ്റൊരാൾക്ക് വേണ്ടി സാധനങ്ങൾ കടത്തിക്കൊടുക്കുന്ന പണിക്കാരനിൽ നിന്നും സ്വന്തമായി കപ്പലുകളും ആളുകളുമുള്ള ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായി മസ്താൻ മാറി. കൂലിപ്പണിക്കാരന്റെ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ മാറി. വെളുത്ത വസ്ത്രങ്ങളും വില കൂടിയ കാറുകളും അവനെ തേടിയെത്തി. മുംബൈ നഗരം ഭയത്തോടെയും അത്ഭുതത്തോടെയും ആ പേര് ഉച്ചരിക്കാൻ തുടങ്ങി, ഹാജി മസ്താൻ. മുംബൈയിലെ അധോലോകം ചോരയും വെടിയുണ്ടകളും കൊണ്ട് കഥകൾ എഴുതിയപ്പോൾ അവിടെ ഹാജി മസ്താൻ എന്ന പേര് വേറിട്ട് നിന്നത് അദ്ദേഹത്തിന്റെ വേറിട്ട ശൈലി കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അധോലോകത്തെ സമാധാന പ്രിയൻ എന്ന് പലരും വിളിച്ചിരുന്നത്. മസ്താൻ ഒരിക്കലും തന്റെ കയ്യിൽ ഒരു തോക്ക് കരുതിയിരുന്നില്ല. ഒരാൾക്ക് നേരെയും വെടിയുതിർത്തിട്ടുമില്ല. വാളെടുക്കുന്നവൻ വാളാൽ മരിക്കുമെന്നൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. തർക്കങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം ആയുധത്തിന് പകരം ചർച്ചകളെയാണ് ആശ്രയിച്ചത്. മുംബൈയിലെ വിവിധ ഗ്യാങ്ങുകൾ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുമ്പോൾ സമാധാന ചർച്ചകൾക്കായി അവർ മസ്താന്റെ അടുത്തേക്കാണ് ഓടിയെത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ദർബാറിൽ ഇരുന്നുള്ള ഒരു വാക്ക് മതിയായിരുന്നു വലിയ കലാപങ്ങൾ പോലും ഇല്ലാതാക്കാൻ. കള്ളക്കടത്ത് സാമ്രാജ്യത്തിന്റെ അധിപനായിരിക്കുമ്പോഴും സാധാരണക്കാരെ ഉപദ്രവിക്കുന്നതിനോ കൊള്ളയടിക്കുന്നതിനോ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. ചേരികളിലെ പാവപ്പെട്ടവർക്ക് അദ്ദേഹം ഒരു രക്ഷകനായിരുന്നു. മകളുടെ വിവാഹത്തിനോ മകന്റെ പഠനത്തിനോ പണമില്ലാതെ വിഷമിക്കുന്നവർക്ക് മസ്താൻ മടികൂടാതെ സഹായം നൽകി. ബോളിവുഡ് താരങ്ങൾക്കും വമ്പൻ രാഷ്ട്രീയക്കാർക്കും ഇടയിൽ ഒരു മാന്യനായി അദ്ദേഹം വിലസി. വെളുത്ത സഫാരി സ്യൂട്ടും ധരിച്ച് കയ്യിൽ വില കൂടിയ സിഗരറ്റുമായി തന്റെ മെഴ്സിഡസ് കാറിൽ മുംബൈ നഗരത്തിലൂടെ അദ്ദേഹം നീങ്ങുമ്പോൾ അതൊരു ക്രിമിനലിന്റെ യാത്ര എന്നതിലുപരി ഒരു രാജാവിന്റെ എഴുന്നള്ളത്ത് പോലെയായിരുന്നു പലർക്കും തോന്നിയത്. തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ കള്ളക്കടത്ത് പൂർണ്ണമായും ഉപേക്ഷിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം ദളിത് മുസ്ലിം സുരക്ഷാ മഹാസംഘ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. തോക്കിൻ കുഴലിലൂടെയല്ല, മറിച്ച് സ്നേഹത്തിലൂടെയും
അധികാരത്തിലൂടെയും മാറ്റങ്ങൾ കൊണ്ടുവരാമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മുംബൈയുടെ ചരിത്രത്തിൽ ഭയത്തിന് പകരം ബഹുമാനം നേടിയെടുത്ത ഏക ഡോൺ ഒരുപക്ഷെ ഹാജി മസ്താൻ മാത്രമായിരിക്കും. ഹാജി മസ്താന്റെ ജീവിതത്തിൽ സിനിമ വെറും ഒരു വിനോദമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും ജീവിത ശൈലിയെയും ആഴത്തിൽ സ്വാധീനിച്ച ഒരു വലിയ ലോകമായിരുന്നു. മുംബൈയിലെ ഡോക്കുകളിൽ ഒരു സാധാരണ കൂലിത്തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന കാലം മുതൽക്കേ വെള്ളിത്തിരയിലെ വർണ്ണാഭമായ ജീവിതത്തോടും അവിടുത്തെ താരങ്ങളോടും അദ്ദേഹത്തിന് വലിയ ആരാധനയുണ്ടായിരുന്നു. ഒരു അധോലോക നായകനായി മാറിയപ്പോഴും ഒരു സിനിമാ സ്റ്റൈലിൽ ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എപ്പോഴും വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കാനും വെള്ള നിറത്തിലുള്ള മെഴ്സിഡസ് കാറിൽ സഞ്ചരിക്കാനും വില കൂടിയ വിദേശ സിഗരറ്റുകൾ ഉപയോഗിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം ഒരു സിനിമയിലെ നായക പരിവേഷം സ്വയം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. ബോളിവുഡ് നടി മധുബാലയോടുള്ള അദ്ദേഹത്തിന്റെ ആരാധന പ്രശസ്തമാണ്. മധുബാലയുടെ വലിയൊരു ആരാധകനായിരുന്ന അദ്ദേഹം അവരുടെ മരണശേഷം അവരോട് രൂപസാദൃശ്യമുള്ള സോന എന്ന നടിയെ വിവാഹം കഴിച്ചു. സിനിമയോടുള്ള ഈ വൈകാരിക ബന്ധം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തി. അക്കാലത്തെ പ്രമുഖ താരങ്ങളായ രാജ് കപൂർ, ദിലീപ് കുമാർ, ധർമ്മേന്ദ്ര എന്നിവരുമായി മസ്താന് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. സിനിമകൾ നിർമ്മിക്കുന്നതിനായി അദ്ദേഹം വൻതോതിൽ പണം നിക്ഷേപിക്കുകയും ബോളിവുഡിലെ പാർട്ടികളിലും ചടങ്ങുകളിലും സജീവ സാന്നിധ്യമാവുകയും ചെയ്തു. അതോ ലോകത്തെയും സിനിമയും തമ്മിൽ ബന്ധിപ്പിച്ച ആദ്യകാല കണ്ണികളിൽ ഒരാൾ മസ്താനായിരുന്നു എന്ന് പറയാം. ഹാജി മസ്താന്റെ ജീവിതകഥ പിൽക്കാലത്ത് ഇന്ത്യൻ സിനിമയിലെ പല ക്ലാസിക് ചിത്രങ്ങൾക്കും പ്രചോദനമായിട്ടുണ്ട്. അമിതാഭ് ബച്ചന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ ദീവാർ എന്ന ചിത്രത്തിലെ വിജയ് എന്ന കഥാപാത്രം മസ്താന്റെ ജീവിതത്തിൽ നിന്ന് നേരിട്ട് കടമെടുത്തതാണ്. പിന്നീട് 2010 പുറത്തിറങ്ങിയ വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ എന്ന ചിത്രത്തിൽ അജയ് ദേവ്ഗൺ അവതരിപ്പിച്ച സുൽത്താൻ മിർസ എന്ന കഥാപാത്രം മസ്താന്റെ പ്രണയത്തെയും സ്റ്റൈലിനെയും രാഷ്ട്രീയ പ്രവേശനത്തെയും കൃത്യമായി അടയാളപ്പെടുത്തി. തമിഴിൽ കമൽ ഹാസൻ അനശ്വരമാക്കിയ നായകൻ എന്ന ചിത്രത്തിലെ വേലു നായ്ക്കർ എന്ന കഥാപാത്രത്തിന് മസ്താന്റെയും വരദരാജ മുതല്യാരുടെയും ജീവിതവുമായി വലിയ സാമ്യമുണ്ട്. ഇങ്ങനെ സിനിമയെ സ്നേഹിക്കുകയും സിനിമയ്ക്ക് തന്നെ കഥകൾ സമ്മാനിക്കുകയും ചെയ്ത അപൂർവമായൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 1975 പകുതിയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ആകാശം കറുത്തിരുണ്ട അർദ്ധരാത്രിയിലൂടെയാണ് കടന്നുപോയത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതോടെ രാജ്യം മുഴുവൻ ഒരു തടവറയായി മാറി. മുംബൈ നഗരത്തിന് ചക്രവർത്തിയായി വാണിരുന്ന ഹാജി മസ്താനും ആഞ്ഞു വീശിയ കാറ്റിൽ നിന്ന് അന്ന് രക്ഷപ്പെട്ടില്ല. നിയമങ്ങൾ അപ്രസക്തമാവുകയും അധികാരം പോലീസിന്റെ ലാത്തികളിലേക്ക് മാറുകയും ചെയ്ത ആ കാലത്ത് മസ്താൻ തന്റെ ആഡംബര ജീവിതത്തിൽ നിന്നും ഇരുമ്പഴികൾക്കുള്ളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. കോഫെ പോസെ എന്ന കടുത്ത നിയമം ചുമത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. മുംബൈയിലെ തിരക്കേറിയ തെരുവുകളിൽ നിന്നും രാജകീയമായ തന്റെ ബംഗ്ലാവിൽ നിന്നും നേരെ ലത്തൂർ ജയിലിലെ ഇടുങ്ങിയ സെല്ലിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടു. വെളുത്ത സഫാരി സ്യൂട്ടും വില കൂടിയ സിഗരറ്റും മെഴ്സിഡസ് കാറുകളും പെട്ടെന്ന് ഒരു ഓർമ്മ മാത്രമായി മാറി. പക്ഷേ ആ ജയിൽവാസം മസ്താന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുകയായിരുന്നു. ജയിലിനുള്ളിലെ ഏകാന്തതയിൽ അദ്ദേഹം തന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു. വിശന്നു വലഞ്ഞ കുട്ടിക്കാലം, കപ്പൽ തട്ടിലെ കൂലിപ്പണി, പടുത്തുയർത്തിയ കള്ളക്കടത്ത് സാമ്രാജ്യം എല്ലാം അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങി. അവിടെ വെച്ചാണ് അദ്ദേഹം സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായണന്റെ ആശയങ്ങളുമായി അടുക്കുന്നത്. അക്രമത്തിന്റെ പാത വെടിഞ്ഞ് ജനസേവനത്തിലേക്ക് തിരിയാൻ ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ജയിൽ അധികൃതരോടും സഹതടവുകാരോടും മസ്താൻ കാണിച്ച മാന്യത എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പുറത്ത് വലിയൊരു ഡോൺ ആയിരുന്നെങ്കിലും അകത്ത് അദ്ദേഹം ശാന്തനായിരുന്നു. തന്റെ സഹതടവുകാരുടെ കഷ്ടപ്പാടുകൾ കേൾക്കാനും അവർക്ക് സാധ്യമായ സഹായങ്ങൾ ചെയ്യാനും അദ്ദേഹം സമയം കണ്ടെത്തി. ഏകദേശം 2 വർഷത്തോളം നീണ്ട ആ തടവു ജീവിതം മസ്താൻ എന്ന കള്ളക്കടത്തുകാരനെ പാടെ മാറ്റിമറിച്ചു. 1977 അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടപ്പോൾ ജയിൽ മോചിതനായ മസ്താൻ പഴയ മസ്താൻ ആയിരുന്നില്ല. ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു, ഇനി ഞാൻ കള്ളക്കടത്തിന്റെ ലോകത്തിലേക്ക് മടങ്ങില്ല. ആയുധങ്ങളോടും നിയമവിരുദ്ധമായ ഇടപാടുകളോടും വിട പറഞ്ഞ് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. മുംബൈയുടെ അധോലോക ചരിത്രത്തിൽ ഒരു കുറ്റവാളി സ്വയം പരിവർത്തനത്തിന് വിധേയനായി ഒരു രാഷ്ട്രീയ നേതാവായി മാറിയ അപൂർവ നിമിഷമായിരുന്നു അത്. ജയിൽ മോചിതനായ ഹാജി മസ്താൻ മുംബൈയുടെ മണ്ണിൽ കാലുകുത്തിയത് ഒരു പുതിയ മനുഷ്യനായിട്ടായിരുന്നു. പഴയ കള്ളക്കടത്ത് സാമ്രാജ്യത്തിന്റെ അധിപൻ എന്ന ലേബൽ അഴിച്ചുവെച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാൻ അദ്ദേഹം തീരുമാനിച്ചു. വെളുത്ത സഫാരി സ്യൂട്ടും കയ്യിലെ വില കൂടിയ സിഗരറ്റും അപ്പോഴും കൂടെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മാറ്റത്തിന്റെ സ്വരം മുഴങ്ങിയിരുന്നു. 1980കളുടെ തുടക്കത്തിൽ അദ്ദേഹം ദളിത് മുസ്ലിം സുരക്ഷാ മഹാസംഘ് എന്ന പേരിൽ സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. മുംബൈയിലെ ചേരികളിൽ കഴിയുന്ന ദളിതരുടെയും മുസ്ലിങ്ങളുടെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുക എന്നതായിരുന്നു ഈ പാർട്ടിയുടെ ലക്ഷ്യം.
ദളിത് നേതാക്കളുമായും മറ്റ് സാമൂഹിക പ്രവർത്തകരുമായും കൈകോർത്ത് അദ്ദേഹം രാഷ്ട്രീയ ഭൂമികയിൽ സജീവമായി. തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം നേരിട്ട് മത്സരിച്ചില്ലെങ്കിലും ബോംബെയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറ്റിമറിക്കാൻ മസ്താന്റെ ഒരു വാക്കിന് സാധിക്കുമായിരുന്നു. അധോലോക നേതാവ് എന്ന പ്രതിച്ഛായയിൽ നിന്ന് മിർസാഭായ് എന്ന ജനപ്രിയ നേതാവിലേക്കുള്ള അദ്ദേഹത്തിന്റെ പരിവർത്തനം അതിവേഗത്തിലായിരുന്നു. ദരിദ്രരായ കുട്ടികൾക്ക് പഠിക്കാനുള്ള സഹായം നൽകുന്നതിലും രോഗികൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും അദ്ദേഹം മുൻപന്തിയിൽ നിന്നു. പഴയ എതിരാളികളും പോലീസും അവിശ്വാസത്തോടെ നോക്കിയപ്പോഴും ചേരികളിലെ സാധാരണക്കാർ മസ്താനെ തങ്ങളുടെ രക്ഷകനായി കണ്ടു. താൻ സമ്പാദിച്ച പണം ജനസേവനത്തിനായി ചെലവഴിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല. ആയുധം ഉപയോഗിക്കാതെ തന്നെ അധികാരം നേടാമെന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാമെന്നും അദ്ദേഹം തെളിയിച്ചു. മുംബൈയുടെ ചരിത്രത്തിൽ ഒരു കുറ്റവാളി എന്ന നിലയിൽ നിന്ന് ഒരു രാഷ്ട്രീയ സാമൂഹിക നേതാവിലേക്കുള്ള ഹാജി മസ്താന്റെ ഈ മാറ്റം സമാനതകളില്ലാത്ത ഒന്നായിരുന്നു. ആയുധമില്ലാതെ മുംബൈ ഭരിച്ച ഹാജി മസ്താൻ കള്ളക്കടത്തുകാരനിൽ നിന്ന് ജനകീയ നേതാവായി മാറിയത് ഒരു വിസ്മയമാണ്. പാവപ്പെട്ടവരുടെ മിർസാഭായി ആയി മാറിയ അദ്ദേഹത്തിന്റെ ജീവിതം സിനിമയെ പോലും വെല്ലുന്ന അതിജീവനത്തിന്റെ കഥയാണ്. വെള്ളിത്തിരയിലും ചരിത്രത്തിലും ഇന്നും ആ പേരിന് പകരക്കാരില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.